ഇവിടുത്തെ മസാലക്കൂട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും ഇതിപ്പോൾ ഇറച്ചിക്കും മീനിനും ഒക്കെ ഒരേ ടേസ്റ്റല്ലേ വരാമെന്ന്. എന്നാൽ ഇതൊന്നും അറിയാതെ ഒന്ന് രുചിച്ച് നോക്കിയാൽ ഇതേതാണ് മസാല, ഇതെങ്ങനെയാണ്, കുറച്ച് തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ കാണും പോലെയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മസാലക്കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നതും അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ട ചേരുവകളാണ് നമ്മളിവിടെ കാണിക്കുന്നതൊക്കെ. 2.5 കിലോ മല്ലിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 200 വെളുത്തുള്ളി, 250 ഗ്രാം ചെറിയ ഉള്ളി, ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിന, ഒരു 5 വലിയ സ്പൂൺ ഉലുവ, അതേപോലെ വലിയ ജീരകം ഒരു 5 സ്പൂൺ, പിന്നെ നമ്മുടെ ഗരം മസാലക്കൂട്ട്, പട്ട, ഗ്രാമ്പൂ, ഏലം എല്ലാം കൂടി അടങ്ങിയ ഒരു 100-150 ഗ്രാം, പിന്നെ കറിവേപ്പില, പിന്നെ സാധാരണ നമ്മൾ മല്ലിയിലൊക്കെ കൂട്ടാറുള്ള മഞ്ഞൾ, അതൊരു 300-350 ഗ്രാമോളം ചെറിയ പൊട്ട് നോക്കിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മളെ കൂട്ട്. ഇനി ഇതൊക്കെ തയ്യാറാക്കുന്ന വിധമാണ്. ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് 1-2 വേര് കൊള്ളിക്കണം. ഇപ്പോൾ നമുക്ക് മഴ ആയതിനാൽ ഉണങ്ങി കിട്ടിയിട്ടില്ല. നമ്മുടെ മല്ലിയിലിട്ട് വറക്കുമ്പോൾ അത് റെഡിയായി കിട്ടും. അപ്പോൾ 2.5 കിലോ മല്ലി ഒരു 3-4 തവണയായിട്ട് വറക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് മല്ലി എത്രയാണ് ഇടുന്നത് അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഈ ചേരുവകൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നെങ്കിൽ മല്ലിയുടെ കൂടെ ഇതും അതിൻ്റെ നീരൊക്കെ വറ്റി ചെറുതായിട്ട് മുരിമുരിപ്പാവുള്ളൂ. അതുകൊണ്ട് മല്ലി ഇടുന്നതിനനുസരിച്ച് ഇതും കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ മല്ലി വറുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെളുത്തുള്ളിയിലോ, വറുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെളുത്തുള്ളിയിലോ ചെറിയ ഉള്ളിയിലോ ഒന്നും നീരൊന്നും കാണില്ല. പിന്നെയുള്ളത് ഇലവർഗ്ഗമാണ്. അത് 2-3 വറ തുടങ്ങിയാൽ തന്നെ അതിൻ്റെ നീരൊക്കെ പെട്ടെന്ന് വറ്റിയെടുക്കും. അപ്പോൾ നമ്മളിത് കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മളിത് കൃത്യമായിട്ട് വീഡിയോയിൽ വിവരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാ കറികൾക്കും ഈ മസാല ഉത്തമമാണ്. നമ്മൾ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് ഈ മസാലക്ക് പകരം ഈ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ മസാലയുടെ ഒരു പ്രത്യേകത, നമ്മളെ വെളുത്തുള്ളി ചെറിയുള്ളീൻ്റെ ഒക്കെ ഒരു വറുത്ത ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ മല്ലിച്ചപ്പ്, പുതിന, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് നമ്മളെ കറിയിലൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് മീൻ കറികൾക്കും ഇറച്ചിക്കറികൾക്കൊക്കെ ഉത്തമം തന്നെയാണ്. ഇറച്ചിക്കറി ആകുമ്പോൾ നമ്മൾ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയെന്ന് മാത്രം. ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും നമുക്ക് മസാലപ്പൊടി പൊടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇതിനാവശ്യമായ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ചെറുതാക്കി കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് പണിയാണ്. താല്പര്യമുള്ളവർക്കൊക്കെ ഇതിനൊക്കെ കഴിയും. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് ഈ മസാലക്കൂട്ട് തയ്യാറാക്കാനൊക്കെ വളരെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് കൊടുക്കും. ഏതായാലും ഈ മസാല രുചിയുടെ കാര്യത്തിൽ ഒരുപടി മുന്നിൽ തന്നെയാണ്. അത് മില്ലിൽ പൊടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം, എങ്ങനെ ഉണ്ടാക്കുന്നു, ഏത് രീതിയിൽ ഉണ്ടാക്കുന്നു എന്നറിയാത്ത ചിക്കൻ മസാല, മീൻ മസാല എന്നിവ തേടി നമ്മൾ കടയിലൊന്നും തേടി തിരഞ്ഞ് നടക്കേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിലേറെ മസാലയുണ്ട്. അത് നമുക്ക് മീനിനും ഇറച്ചിക്കും എല്ലാത്തിനും ഉപയോഗിക്കാം എന്നതാണ് ഈ മസാലക്കൂട്ട് തയ്യാറാക്കിയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ നമ്മുടെ മസാലയുടെ വറവൊക്കെ കഴിഞ്ഞു. ചെറു ചൂടിൽ തന്നെ മില്ലിലേക്ക്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല സ്മെല്ലാണ്. അപ്പോൾ സ്മെല്ലിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. അതിൽ ഇട്ട ചേരുവകളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്മെല്ല് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവയൊക്കെ ചേർത്തുണ്ടാക്കിയ മസാല പെട്ടെന്ന് കേടുവരുമോ എന്നൊരു സംശയം ഉണ്ടാവും. എന്നാൽ നമ്മളിത് എത്രയോ കാലമായിട്ട് 2-3 കിലോന് നമ്മളെ വീട്ടിൽ പൊടിച്ചു വെക്കുന്നതാണ്. ഇതുവരെയായിട്ട് ഇതിന് യാതൊരു കേടുപാടുകളും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉറപ്പിൽ മാത്രമാണ് ഇത് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള മസാല അപ്പം എടുത്ത് ബാക്കിയുള്ളത് നല്ലൊരു പാത്രത്തിൽ അടച്ചു മൂടി വെച്ചാൽ കാലങ്ങളോളം നമുക്കിത് സൂക്ഷിക്കാൻ കഴിയും. യാതൊരു കേടുപാടോ ഗുണം നഷ്ടപ്പെടലോ ഒന്നും ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് താല്പര്യമുള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അങ്ങനെ താല്പര്യമുള്ളവർ കഴിക്കട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഒന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ കുറേശ്ശൊക്കെ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.